Good morning. Today going to talk about market monopoly. BVOC second sum health market economy എന്നുള്ള സബ്ജക്റ്റിലെ ഒരു പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാർക്കറ്റ് മോണോപ്പൊളി എന്ന് പറയുന്നതാണ്. A monopolistic market is a theoretical condition that describes market where only one company may offer product and service to public. ഒരു കമ്പനി മാത്രം പബ്ലിക്കിന് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഓഫർ ചെയ്യുന്നതാണ് മോണോപ്പൊളി മാർക്കറ്റ്. എ മോണോപ്പൊളി മാർക്കറ്റ് ഈസ് ഓപ്പോസിറ്റ് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റാണ്. പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൽ പ്യുവർ മോണോപ്പൊളി എന്നാണ് സാധാരണ പറയാറ്. പ്യുവർ മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി മാത്രം ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. വൺ സെല്ലർ ആൻഡ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ്. അതായത് ഒരാൾ മാത്രം വിൽക്കുന്നു, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ഉണ്ട്. അതിന് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാറുള്ളത് ഇലക്ട്രിസിറ്റിയാണ്. KCB ആണ് നമ്മുടെ കേരളത്തിൽ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ. അനദർ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിലും ഇപ്പോൾ മോസ്റ്റ്ലി അവർ പ്രൊവൈഡ് ചെയ്യുന്നത് KCB മാത്രമാണ്. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവർ മാക്സിമം പ്രോഫിറ്റ് അവർക്ക് കിട്ടും. എങ്കിലും ഒരു നോർമൽ പ്രോഫിറ്റ് കണ്ടീഷനിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്തു പോവുക. കാരണം റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ, ഗവൺമെൻറ് നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു നോർമൽ പ്രോഫിറ്റാണ്. പിന്നെ കൺസ്യൂമേഴ്സിന് നോ സബ്സ്റ്റിറ്റ്യൂട്ട്, വേറൊരു ഓൾട്ടർനേറ്റീവ്സ് ഇല്ല. നമുക്ക് വാങ്ങുന്ന ആൾക്കാർക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ്സ് നിലവിലില്ലാത്തത് കൊണ്ട് ആ പ്രൊഡക്റ്റ് തന്നെ, ഇപ്പോൾ അവിടെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്ന, ആ സർവീസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് മോണോപ്പൊളി മാർക്കറ്റ്. സിംഗിൾ സെല്ലറാണ് ഉണ്ടായിരിക്കുക, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ഉണ്ടായിരിക്കും, അതിൽ മാക്സിമം ഒരു നോർമൽ പ്രോഫിറ്റ് അവർക്ക് കിട്ടും. അതാണ് മോണോപ്പൊളി മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഈ പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഡിഫറൻസ് ആണ് നമ്മുടെ നോട്ടിൽ ആദ്യം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കതിൻ്റെ പെർഫെക്റ്റ് എന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഡിഫറൻസസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് സ്ട്രക്ചർ ക്യാരക്ടറൈസ്ഡ് ബൈ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സും ഉണ്ടായിരിക്കും. ഹോമോജീനിയസ് പ്രൊഡക്റ്റ്, ഒരേപോലെയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. പെർഫെക്റ്റ് ഇൻഫോർമേഷൻ ആയിരിക്കും. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. ആൻഡ് ഇൻഡിവിജ്വൽ ഫേം ഹാവിങ് എ കൺട്രോൾ ഓവർ ദ മാർക്കറ്റ് പ്രൈസ്. ഒരു ഇൻഡിവിജ്വൽ ഫേമിനും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾ, ഗ്രോസറി ഐറ്റംസ്, നമ്മുടെ ധാന്യങ്ങൾ, കാര്യങ്ങളൊക്കെ, കടല, മുദ്ര, പയറൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ എന്താണ്, ഹോമോജീനിയസ് പ്രൊഡക്റ്റാണ്. ഒരു വ്യത്യാസവും ഇല്ല. ഏത് കമ്പനിയാണെങ്കിലും കടലയാണ്. അതുപോലെ തന്നെ അതിന് സോർട്ട് ചെയ്യുന്നതിനൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് വെച്ചാലും പ്രൊഡക്റ്റിൽ ഒരു ഡിഫറൻസും ഇല്ല. ടൊമാറ്റോസ് അല്ലെങ്കിൽ ഒനിയൻ, അതൊക്കെ നമുക്ക് എന്താണ്, ഒരേപോലെയാണ് ഇരിക്കുക. അപ്പോൾ അതായത് നമുക്ക് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ അറിയാം. അതായത് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. ആർക്ക് വേണമെങ്കിലും അത് ആ ബിസിനസ് തുടങ്ങാം, അവസാനിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ടൊമാറ്റോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതലുണ്ടായി കഴിഞ്ഞാൽ അത് കടയിൽ കൊണ്ടെടുത്ത് നമുക്കത് വിൽക്കാം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വിൽക്കാം, ആർക്ക് വേണമെങ്കിലും വാങ്ങാം. അപ്പോൾ അതാണ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. നമുക്ക് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവസാനിക്കാം. ഒരാൾക്കും ഒരു ഇൻഡിവിജ്വൽ ഫേമിനോ അതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നുമുള്ള അധികാരം ഇല്ല. അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫെക്റ്റ് കണ്ടീഷൻ. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. ഹോമോജീനിയസ് പ്രൊഡക്റ്റ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരുപാട് ആൾക്കാർ വിൽക്കുന്നവരും വാങ്ങുന്നവരും ഉണ്ടായിരിക്കും. ഒരേപോലത്തെ പ്രൊഡക്റ്റ് ആയിരിക്കും. പെർഫെക്റ്റ് ഇൻഫോർമേഷൻ, നമുക്ക് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനി ഡെഫിനേഷൻ ഓഫ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇസ് റെഫേഴ്സ് ടു മാർക്കറ്റ് സ്ട്രക്ചർ വേർ സർട്ടൻ കണ്ടീഷൻ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആർ നോട്ട് മെറ്റ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ പോലെ എല്ലാതും ഉണ്ടാവില്ല, ചില മാറ്റങ്ങൾ അതിന് ഉണ്ട്. Perfect competitive market, individual firms have some degree of control over the market price. Then there may be barriers to entry and exit. നമുക്ക് എത്ര എളുപ്പത്തിൽ പെർഫെക്റ്റ് മാർക്കറ്റിൻ്റെ പോലെ അല്ല ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. ഇംപെർഫെക്റ്റ് മാർക്കറ്റിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് ഒന്ന് മോണോപ്പൊളിയാണ്. മോണോപ്പൊളി നമ്മൾ ആദ്യം പറഞ്ഞു സിംഗിൾ സെല്ലറാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് പെട്ടെന്നൊന്നും വേറൊരു കമ്പനിക്ക് അതുപോലെയുള്ള ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയൊന്നും തുടങ്ങാനായിട്ട് പറ്റില്ല. അതിന് കുറേ നിയന്ത്രണങ്ങളുണ്ട്. അതാണ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രണങ്ങൾ ഇല്ല എന്നാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറയുന്നത്. ഇതിൽ പറയുന്നത് നിയന്ത്രണങ്ങൾ ഉണ്ട്. ഇനി മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്സ് ഒക്കെ ക്യാരക്ടറൈസ് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് പ്രൊഡ്യൂസിങ് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ദെൻ ഹാസ് സെയിം കൺട്രോൾ ഓവർ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഇവർ മോണോപോളിസ്റ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സോപ്പ്, പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ കമ്പനിയും ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്, പക്ഷേ അവരുടെ സ്മെല്ലിലാണെങ്കിലും അതിൽ
അതിൻ്റെ ടേസ്റ്റിലാണെങ്കിലും കളറിലാണെങ്കിലും ഒക്കെ ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ ചില കമ്പനികൾക്ക്, ഫേമസ് ആയിട്ടുള്ള കമ്പനികൾക്ക് അവരുടെ വിലയെ അനുസരിച്ചാണ് മറ്റുള്ളവർ വില നിശ്ചയിക്കുന്നത്. അതാണ് മോണോപോളിസ്റ്റിക് കണ്ടീഷൻ. ഇനി വരുന്നത് ഒലിഗോപോളിയാണ്. ഒലിഗോപോളി റെഫേഴ്സ് ടു മാർക്കറ്റ് സ്ട്രക്ചർ ഡോമിനേറ്റഡ് ബൈ സ്മോൾ നമ്പർ ഓഫ് ലാർജ് ഫേംസ്. അതായത് വലിയ ഫേമുകളായിരിക്കും, പക്ഷേ കുറച്ച് നമ്പറേ ഉണ്ടാവുള്ളൂ. അതായത് ബൈക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, കാർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, അതൊക്കെ കുറച്ച് നമ്പേഴ്സേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ബയ്യേഴ്സ് കൂടുതലുണ്ടായിരിക്കും, പക്ഷേ സെല്ലേഴ്സ് വളരെ കുറവായിരിക്കും. അതൊരു മിനിമം നമ്പറേ ഉണ്ടാവുള്ളൂ. അല്ലാതെ മറ്റേത് മോണോപോളിസ്റ്റിക്കിൽ പോലെ കുറേ കമ്പനികൾ ഉണ്ടാവില്ല. ഡിയോപോളി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കേസ് ഓഫ് ഒലിഗോപോളി. അതായത് 2 ഡോമിനൻറ്റ് ഫേംസ്, 2 ഫേമുകൾ മാത്രമുള്ള കണ്ടീഷനാണ്. അത് നോർമലി അത്ര അധികം നമ്മുടെ അവിടെ ഇല്ല. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഫ്യൂവർ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, അധികം ആൾക്കാരുണ്ടാവില്ല. പ്രൊഡക്റ്റ് തമ്മിൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ബാരിയേഴ്സ് ടു എൻട്രി ആൻഡ് എക്സിറ്റ്. ഇപ്പോൾ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പെട്ടെന്ന് കടക്കാനും പെട്ടെന്ന് പുറത്ത് കടക്കാനും പറ്റില്ല. കീ ഡിഫറൻസ് ഓഫ് പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, അത് നമുക്ക് ഇതിൽ കീ ഡിഫറൻസസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഫേംസ്, ലാർജ് നമ്പർ ഓഫ് ഫേംസ് ഉണ്ടായിരിക്കും. മറ്റേത് ഫ്യൂവർ മാർക്കറ്റ് ആയിരിക്കും ഇംപെർഫെക്റ്റിൽ ഉണ്ടാവുക. മാർക്കറ്റ് പവർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് മാർക്കറ്റ് പവർ ഉണ്ടാവില്ല. പ്രൈസ് ടേക്കറാണ്. അതായത് മൊത്തം നിശ്ചയിക്കുന്ന ഒരു വിലയാണ് എല്ലാവരും എടുക്കുക. ഇവിടെ ഇൻഡിവിജ്വൽസ് സം ഡിഗ്രി ഓഫ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ്. അതായത് നമ്മുടെ കമ്പനിയുടെ വില നിശ്ചയിക്കുന്നത് നമുക്കൊരു ആവറേജ് വില, നമുക്കൊരു മാക്സിമം റീറ്റെയിൽ പ്രൈസ് നമുക്ക് ഉപയോഗിക്കാം. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഇല്ല. ഇവിടെയാണെങ്കിൽ എന്താണ്, ഡിഫറൻഷിയേഷൻ ഉണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തടസ്സങ്ങളുണ്ട്. പെട്ടെന്ന് അതൊന്നും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല, അവസാനിപ്പിക്കാനും പറ്റില്ല. ഇവിടെ നമ്മൾക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്ക് ഈസി ആയിട്ട് എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും പറ്റും. ഇംപെർഫെക്റ്റിലാണ് നമുക്ക് കുറച്ച് തടസ്സങ്ങളുള്ളത്. പെട്ടെന്ന് അങ്ങോട്ട് പുതിയൊരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇപ്പോൾ തക്കാളി, സവോള അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അതുപോലെയുള്ള ഐറ്റംസ്, നമ്മൾ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വരും. അതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കിയാൽ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് കടയിൽ വെക്കാം. അവിടേക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും വേണമെന്നില്ല. ഇൻഫോർമേഷൻ ട്രാൻസ്പെറൻസി. പെർഫെക്റ്റ് ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ ഇൻ ഓൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം. റേറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് കമ്പോള വിലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, മാർക്കറ്റ് വിലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഇൻകംപ്ലീറ്റ് ആണ്. സിമെട്രിക് വെരി ലെവൽ ഓഫ് ട്രാൻസ്പെറൻസി അത്ര അധികം നമുക്കറിയില്ല. അതിന് എഴുതിയ വിലയാണ്. പലപ്പോഴും എഴുതിയ വിലക്കാളും കുറവോ കൂടുതലൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷന്. പ്രൈസ് ഡിറ്റർമിനേഷൻ. പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച്. അതായത് ഡിമാൻഡ് കൂടുതലുള്ള സമയത്ത് വില കൂടും, ഡിമാൻഡ് കുറയുന്ന സമയത്ത് വില കുറയുകയും ചെയ്യും. പ്രൈസ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻഡിവിജ്വൽ ഫേം ബേസ്ഡ് ഓൺ ദെയർ മാർക്കറ്റ് പവർ. അതായത് നല്ല കമ്പനികളാണെങ്കിൽ അവർക്ക് റേറ്റ് കൂടുതലായിരിക്കും, അത്ര നല്ല കമ്പനി അല്ല എന്നുണ്ടെങ്കിൽ റേറ്റ് കുറവായിരിക്കും. അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ്. ലിമിറ്റഡ് അഡ്വർടൈസിങ് ആണ്. ഇംപെർഫെക്റ്റിലാണെങ്കിൽ അൺലിമിറ്റഡ് അഡ്വർടൈസ്മെൻ്റ് ആണ് അവരുടെ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. മറ്റേത് തക്കാളി, വെട്ടയ്ക്ക അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും നമ്മൾ കാര്യമായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടാവില്ല. മാർക്കറ്റ് കോൺസെൻട്രേഷൻ. മാർക്കറ്റ് ഈസ് ഹൈലി ഫ്രാഗ്മെൻറ്റഡ് വിത്ത് ഡോമിനൻറ്റ് ഫേം. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഫേമിനൊന്നും പ്രത്യേകിച്ച് അധികാരം ഉണ്ടാവില്ല. മറ്റേതാണെങ്കിൽ എന്താണ്, കോൺസെൻട്രേറ്റഡ് വിത്ത് ഡോമിനൻറ്റ് ഫേം. ചില ഫേമുകൾ കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള ചില കമ്പനികൾ ഉണ്ടായിരിക്കും. അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ്. ലിമിറ്റഡ് അഡ്വർടൈസിങ് ആണ്. മാർക്കറ്റിംഗ് അതേപോലെ തന്നെ അൺഡിഫറൻഷിയേറ്റഡ് ആണ്. ഇവിടെ നമ്മൾ മാർക്കറ്റിംഗ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കൊടുക്കും. മറ്റേതിലാണെങ്കിൽ അങ്ങനെ ഓഫറുകൾ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഡിമാൻഡ് കുറവാണ് അല്ലെങ്കിൽ പെരിഷബിളായി തുടങ്ങി നമ്മളത് വില കുറച്ച് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റ് മാക്സിമൈസ് പ്രോഫിറ്റാണ് ലോങ് റണ്ണിൽ ഉണ്ടാവുക. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എപ്പോഴും മിനിമം റേറ്റ് ഓഫ് ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ മാക്സിമം പ്രോഫിറ്റ് തന്നെയാണ് ഉണ്ടാവുക. മാർക്കറ്റ് പവറിന് ഡിമാൻഡിന് അനുസരിച്ചാണ്. ഔട്ട്പുട്ട് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ലെവൽ ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് കണ്ടീഷൻ. അതായത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കൂടുതലുണ്ടെങ്കിലും നമുക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് വിൽക്കാൻ പറ്റുള്ളൂ. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണെങ്കിൽ ഫ്ലെക്സിബിളാണ്. ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി. നമുക്ക് പേസ്റ്റ്, സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നത് കൊണ്ട് ഔട്ട്പുട്ട് മാർക്കറ്റ് ഡിമാൻഡിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഇൻഡിവിജ്വൽ ഫേംസ് പ്രൊഡക്റ്റ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഇത് കൂടിയും കുറഞ്ഞും നിൽക്കും. അതായത് വെജിറ്റബിൾസിൻ്റെ വില കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും. ഇൻഡിവിജ്വൽ ഫേംസ് പ്രൊഡക്റ്റ് മേ ബി ഇലാസ്റ്റിക് ഓർ ഇൻഇലാസ്റ്റിക്. പലപ്പോഴും ഇതിൻ്റെ വില കൂടുകയോ കുറയൊന്നും ചെയ്യാറില്ല. ഇനി മാർക്കറ്റ് എഫിഷ്യൻസി. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ടെൻസ് ടു അലോക്കേറ്റ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി. നമ്മൾ അത് നല്ല രീതിയിൽ എത്തിക്കുക മാത്രമാണ്. പ്രൊഡക്റ്റ് കേടില്ലാത്തതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുക. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എഫിഷ്യൻ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് അത് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടാണ് എത്തിക്കുക.
Collusion among firms is not possible due to a large number of firms and price transparency. Collusion എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻ്റാണ്, നമ്മളെല്ലാവരും കൂടിയിട്ട് ഇത്ര റേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ള ഒരു എഗ്രിമെൻ്റാണ്. പക്ഷേ അത് ഒരിക്കലും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നടക്കില്ല. കൊല്യൂഷൻ ഓർ കോപ്പറേറ്റ് ബിഹേവിയർ among firms are feasible leading to potential antitrust കൺസേൺസ്. കൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൈക്കൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടി ഒരു റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ റേറ്റിൽ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന മാത്രമല്ല, എല്ലാറ്റിനും ഒരേ വിലയായിരിക്കും. ഇപ്പോൾ ടെലിവിഷൻ സെറ്റ്സ് അതൊക്കെ ഈ ഒലിഗോപോളി മാർക്കറ്റിൽ വരുന്ന അവിടെയാണ് ഈ കൊല്യൂഷന് ഇത്രയും ഇമ്പോർട്ടൻസ് കേട്ടോ. ഗവൺമെൻറ് റെഗുലേഷൻ, ലിമിറ്റഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, മറ്റേതിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉണ്ടായിരിക്കും. കോമ്പറ്റീഷൻ എല്ലാവരിലും ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതൊക്കെയാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, സോഫ്റ്റ് ഡ്രിങ്ക് ഇൻഡസ്ട്രിയൊക്കെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഹെൽത്ത് ഫിനാൻസിങ് ഫ്രം വേരിയസ് സോഴ്സസ്. ഹെൽത്തിന് ഫണ്ട് കിട്ടുന്നത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ്? ഗവൺമെൻറ് ഫണ്ടിങ്, ഗവൺമെൻറ്റിൻ്റെ റവന്യൂന്ന് നമ്മൾ ഗവൺമെൻറ് ടാക്സ് ആയിട്ട് വാങ്ങുന്നത്, പേറോൾ ടാക്സ്, കൺസംഷൻ ടാക്സ്, നമ്മൾ അവരിൽ നിന്ന് വാങ്ങുന്ന ടാക്സൊക്കെ നമ്മളിതുപോലെ ഗവൺമെൻറ് അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിന് അങ്ങനെയുള്ളതെന്ന് വാങ്ങിയ ഫണ്ടൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ചിലവാക്കുന്നുണ്ട്? ഹെൽത്തിന് വേണ്ടി ചിലവാക്കുന്നുണ്ട്. ഇനി പിന്നെ വരുന്നത് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചേരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ഹെൽത്ത് ഫിനാൻസിന് വേണ്ടി ഉപയോഗിക്കാം. ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെൻറ്റ്, നമ്മുടെ കയ്യിലുള്ള പൈസയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഹെൽത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്. ഡോണർ ഫണ്ടിങ്, പല ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസൊക്കെ ഇതുപോലെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഫണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഫിനാൻസിങ്, ഗ്രൂപ്പുകൾ, കമ്മ്യൂണിറ്റി സേവിങ് ഗ്രൂപ്പുകൾ, മ്യൂച്വൽ സൊസൈറ്റീസൊക്കെ ഇതുപോലെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫിലാന്ത്രോപ്പി, ഫിലാന്ത്രോപ്പി എന്ന് പറഞ്ഞാൽ മനുഷ്യത്വപരമായിട്ട് ചെയ്യുന്നതാണ്. ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ്, ഫൗണ്ടേഷൻസ്, ഇൻഡിവിജ്വൽസ് ഡൊണേറ്റ് ചെയ്യുന്നത്, അതാണ് ഫിലാന്ത്രോപ്പി എന്ന് പറയുന്നത്. യൂസർ ഫീസ് ആൻഡ് കോപ്പേയ്മെൻറ്റ്, അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ തോതിലുള്ള ഫീസും കാര്യങ്ങളൊക്കെ എടുക്കും. മെഡിക്കൽ സേവിങ്സ് അക്കൗണ്ട്, നമ്മൾ മെഡിക്കലിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സേവിങ്സ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യാറുണ്ട്. അതുകൂടിയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.